ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ള ടോപ്പിക് അക്കൗണ്ടിങ് ഫോർ അൺറൈറ്റേഴ്സ് എന്നുള്ള ചാപ്റ്ററിലെ ഡിറ്റർമൈനിങ് ദ ലയബിലിറ്റി ഓഫ് അൺറൈറ്റേഴ്സ് എന്നുള്ള ടോപ്പിക്കിൻ്റെ തന്നെ കണ്ടിന്യൂഷനായിട്ട് വരുന്ന പാർഷ്യൽ അൺറൈറ്റിംഗ് എന്നുള്ള ഹെഡാണ്. പാർഷ്യൽ അൺറൈറ്റിംഗ് അപ്പോൾ പ്രീവിയസ് ക്ലാസ്സിൽ പറഞ്ഞതിൻ്റെ കണ്ടിന്യൂഷനാണ്. പ്രീവിയസ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഡിറ്റർമൈനിങ് ദ ലയബിലിറ്റി ഓഫ് അണ്ടർറൈറ്റർ ഇൻ കേസ് ഓഫ് കംപ്ലീറ്റ് അൺറൈറ്റിംഗ് ആയിരുന്നു അല്ലേ. പല ടൈപ്പ് അൺറൈറ്റിംഗ് ഉണ്ട്. അതിൽ ഏറ്റവും മെയിനായിട്ട് നമുക്കിവിടെ പ്രോബ്ലം പോയിന്റ് ഓഫ് വ്യൂവിൽ നമുക്ക് പഠിക്കാനായിട്ടുള്ളത് കംപ്ലീറ്റ് അൺറൈറ്റിംഗ്, പാർഷ്യൽ അൺറൈറ്റിംഗ്, ഫേം അൺറൈറ്റിംഗ് ആണ്. അതിലെ ഫസ്റ്റ് വൺ കംപ്ലീറ്റ് അൺറൈറ്റിങ്ങിൻ്റെ കേസിൽ തന്നെ രണ്ട് സബ് ക്ലാസിഫിക്കേഷൻ ഉൾപ്പെടെ, അതായത് ഒരു സിംഗിൾ അൺറൈറ്റർ അൺറൈറ്റ് ചെയ്യുന്ന കേസിലും, കംപ്ലീറ്റ് അൺറൈറ്റിംഗ് നടത്തുന്ന ഒരു സിംഗിൾ അൺറൈറ്റർ ആവുന്ന കേസിലും, അല്ലെങ്കിൽ മോർ ദാൻ വൺ അൺറൈറ്റർ ആവുന്ന കേസിലും എങ്ങനെ ചെയ്യണമെന്നുള്ളത് നമ്മൾ പ്രീവിയസ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. രണ്ട് കേസിലും ഒരു അൺറൈറ്ററേ ഉള്ളൂ അല്ലെങ്കിൽ മോർ ദാൻ വൺ അൺറൈറ്റേഴ്സ് ഉള്ള കേസിൽ എങ്ങനെ കംപ്ലീറ്റ് അൺറൈറ്റിങ്ങിൽ ഒരു അൺറൈറ്റേഴ്സിൻ്റെ ലയബിലിറ്റി അല്ലെങ്കിൽ ഒരു അൺറൈറ്ററിൻ്റെ ലയബിലിറ്റി ഫൈൻഡ് ഔട്ട് ചെയ്യാമെന്നുള്ള കാര്യമാണ് അവിടെ ഡിസ്കസ് ചെയ്തത്. ഇനി ഇതേ കാര്യം നമ്മൾ എന്താണ് പാർഷ്യൽ അൺറൈറ്റിങ്ങിലേക്ക് വരുമ്പം എങ്ങനെ ചെയ്യാമെന്നുള്ളതാണ് ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം എന്താണ് ഡിറ്റർമൈനിങ് ദ ലയബിലിറ്റി ഓഫ് അൺറൈറ്റേഴ്സ് എന്നുള്ളതാണ് നമ്മുടെ മെയിൻ ഹെഡ് എന്ന് പറയുന്നത്. അതിൻ്റെ സബ് ഹെഡായിട്ട് വരുന്ന പാർഷ്യൽ അൺറൈറ്റിംഗ് എന്നുള്ള ഒരു ടൈപ്പാണ് ഇപ്പോൾ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. ഈ പാർഷ്യൽ അൺറൈറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഓൺലി എ പാർട്ട് ഓഫ് ദ ഇഷ്യൂ ഓഫ് ഷെയർസ് ഓർ ഡിബഞ്ചർ ഈസ് അൺറിട്ടേൺ. അപ്പോൾ അൺറൈറ്ററിനെ അപ്പോയിൻറ്റ് ചെയ്യുമ്പോൾ അദ്ദേഹം എന്ത് ചെയ്യുന്നു? കമ്പനിയുടെ ഫുൾ നമ്പർ ഓഫ് ഷെയർസ് അല്ലെ ഇഷ്യൂ നടത്തുന്ന ഫുൾ നമ്പർ ഓഫ് ഷെയർസ് ഓർ ഡിബഞ്ചറിനെ അൺറൈറ്റ് ചെയ്യുന്നില്ല. പകരം അതിൻ്റെ ഒരു പാർട്ട് മാത്രം, ഹോൾ ഇഷ്യൂ അൺറൈറ്റ് ചെയ്യുന്നില്ല, പകരം പാർട്ട് ഓഫ് ദ ഇഷ്യൂ മാത്രമേ അൺറൈറ്റ് ചെയ്യുന്നുള്ളൂ എങ്കിൽ അതാണ് പാർഷ്യൽ അൺറൈറ്റിംഗ്. ഇതൊക്കെ നമ്മൾ ടൈപ്പ് പറഞ്ഞ കൂട്ടത്തിൽ ഓൾറെഡി പറഞ്ഞതാണ്. സോ പാർട്ട് ഓഫ് ദ ഇഷ്യൂ ഷെയർസ് ഓർ ഡിബഞ്ചേഴ്സ് അൺറൈറ്റ് ചെയ്യുന്ന കേസാണെങ്കിൽ അത് പാർഷ്യൽ അൺറൈറ്റിംഗ് ആണ്. ഈ പാർഷ്യൽ അൺറൈറ്റിംഗ് തന്നെ നമുക്ക് പ്രോബ്ലം ബേസ്ഡ് ആയിട്ട് പഠിക്കുമ്പോൾ രണ്ട് സബ് ക്ലാസിഫിക്കേഷനോട് പഠിക്കാനുണ്ട്. കംപ്ലീറ്റ് അൺറൈറ്റിങ്ങിൽ പറഞ്ഞതുപോലെ തന്നെ ഈ പാർഷ്യൽ അൺറൈറ്റിംഗ് ഈസ് ഡൺ ബൈ ഓൺലി വൺ അൺറൈറ്റർ എന്ന് പറയുന്നതാണ് ഫസ്റ്റ് കേസ്. പാർട്ട് ഓഫ് ദ ഇഷ്യൂ ഷെയർസ് ഓർ ഡിബഞ്ചർ ഈസ് അണ്ടർറിട്ടൺ ഓൺലി ബൈ വൺ അണ്ടർറൈറ്റർ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥമാക്കുന്നത്? പാർഷ്യൽ അൺറൈറ്റിംഗ് ഇവിടെ ചെയ്യുന്നത് ആരാണ്? ഒരു വൺ അൺറൈറ്റർ മാത്രമാണ് ഈ പാർഷ്യൽ അൺറൈറ്റിംഗ് ഒരു കമ്പനിക്ക് വേണ്ടി മൊത്തത്തിൽ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അതാണ് ഫസ്റ്റ് കേസ്. ഇതിൻ്റെ ബി എന്ന് പറയുന്ന പാർട്ടായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് അതും കംപ്ലീറ്റ് അൺറൈറ്റിങ്ങിൽ പറഞ്ഞതുപോലെ തന്നെ അടുത്ത പേജിലായിട്ട് കിടപ്പുണ്ട്. അവിടെയാണ് അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ വരുന്നത്. ഇവിടെ പാർഷ്യൽ അൺറൈറ്റിംഗ് നടത്തുന്ന ആരായിരിക്കും? ഇവിടെ സിംഗിൾ അൺറൈറ്റർ അല്ല, മോർ ദാൻ വൺ അൺറൈറ്റർ ഉണ്ട്. ബൈ എ നമ്പർ ഓഫ് അൺറൈറ്റേഴ്സ്, കുറേ അൺറൈറ്റേഴ്സ് ചേർന്നാണ്, രണ്ടോ അതിലധികമോ അൺറൈറ്റേഴ്സ് ചേർന്നാണ് പാർഷ്യൽ അൺറൈറ്റിംഗ് നടത്തുന്നത് എന്നൊരു കേസാണ് സെക്കൻഡ്. ഇതിൻ്റെ തന്നെ പാർഷ്യൽ അൺറൈറ്റിങ്ങിൻ്റെ തന്നെ ബി എന്ന് പറയുന്ന പോയിന്റിൽ പഠിക്കാനുള്ളത്. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം? ഫേം അൺറൈറ്റിംഗ് എന്താണെന്നും അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസും ഡിസ്കസ് ചെയ്യാം. അപ്പോൾ കറക്റ്റായിട്ട് അതിൻ്റെ ഒരു സ്ട്രക്ചർ കിട്ടാൻ വേണ്ടി ഈ ഒരു ഓർഡറിൽ പഠിച്ചു പോകുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ എന്ന് തോന്നുന്നു. അപ്പോൾ നമുക്ക് തുടങ്ങാം. അതിൽ പാർഷ്യൽ അൺറൈറ്റിങ്ങുമായി ബന്ധപ്പെട്ട എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നതെന്നാണ് ഫസ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ പാർഷ്യൽ അൺറൈറ്റിങ്ങിൻ്റെ മീനിങ് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഷെയർസ് അല്ലെ ഡിബഞ്ചേഴ്സ് ഇഷ്യൂ ചെയ്യുമ്പോൾ അതിൻ്റെ 100% എന്ത് ചെയ്തിട്ടില്ല? അൺറൈറ്റ് ചെയ്തിട്ടില്ല. ലെസ് ദാൻ 100% മാത്രമായിരിക്കും അല്ലേ. 100% അൺറൈറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? കംപ്ലീറ്റ് അൺറൈറ്റിംഗ് എന്ന് പറയുന്നത്. ഈ കംപ്ലീറ്റ് അൺറൈറ്റിംഗ് അല്ലാത്ത എല്ലാ കേസിലും അത് എന്തായിട്ട് വരാം? പാർഷ്യൽ അൺറൈറ്റിംഗ് ആയിട്ട് വരാം. അൺറൈറ്റിംഗ് ഉണ്ട്, പക്ഷേ എത്ര പെർസെൻറ്റേജേ ഉള്ളൂ? ഈ ലെസ് ദാൻ 100% ആവുന്ന ഒരു കേസാണ്. അതായത് മേ ബി എന്തുമാകാം, 70%, 80%, 90% എന്തുമാകാം. ബട്ട് എന്താണ് ഒരു കണ്ടീഷനേ ഉള്ളൂ, 100% വന്നാൽ എന്തായിരിക്കും അത്? കംപ്ലീറ്റ് അൺറൈറ്റിംഗ്. ലെസ് ദാൻ 100% അൺറൈറ്റ് ചെയ്യുന്ന കേസ് എല്ലാം തന്നെ എന്താണെന്ന് ഓർത്തോളുക? പാർഷ്യൽ അൺറൈറ്റിംഗ് ആണെന്ന് ഓർക്കുക. അപ്പോൾ അങ്ങനെ ഒരു കേസിൽ പാർഷ്യൽ അൺറൈറ്റിങ്ങിൻ്റെ തന്നെ ഫസ്റ്റ് കേസാണ് ഇനി നമ്മൾ പറയുന്നത്. ഇവിടെ ഒറ്റ അൺറൈറ്ററാണ്, ഒരു സിംഗിൾ അൺറൈറ്ററാണ് പാർഷ്യൽ അൺറൈറ്റിംഗ് കമ്പനിക്ക് വേണ്ടി നടത്തുന്നത് എന്നൊരു കേസിൽ എന്ത് ചെയ്യണം എന്നാണ് പറയുന്നത്. ഇൻ സച്ച് എ കേസ് ഓൺലി എ പാർട്ട്, ഒരു പാർട്ട് മാത്രമല്ലേ ഇഷ്യൂ ചെയ്യുന്ന ഷെയർസ് ഓർ ഡിബഞ്ചറിൻ്റെ ഒരു പാർട്ട് മാത്രമല്ലേ അൺറൈറ്റ് ചെയ്തിട്ടുള്ളൂ. ഓൺലി എ പാർട്ട് ഓഫ് ദ ഇഷ്യൂ ഈസ് അണ്ടർറിട്ടൺ ഓൺലി ബൈ വൺ അൺറൈറ്റർ. ഒറ്റ അൺറൈറ്ററാണ് അൺറൈറ്റ് ചെയ്തിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ അതിൻ്റെ ആ ബാക്കി റിമൈനിങ് പോർഷൻ, ഇപ്പോൾ 70 ആണെങ്കിൽ അതിൻ്റെ റിമൈനിങ് പോർഷൻ എത്ര വരും? 30. 80 ആണെങ്കിൽ റിമൈനിങ് പോർഷൻ എത്ര വരും? 20. അപ്പോൾ ആ റിമൈനിങ് പോർഷൻ ആരാണ് കൺസേൺ ചെയ്യേണ്ടത്? അതിനെപ്പറ്റി ആരാണ് ബോധേഡ് ആവേണ്ടത്? അത് കമ്പനി തന്നെ, കമ്പനിയുടെ മാത്രം ഉത്തരവാദിത്തമാണ് ബാക്കി പോർഷനുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യം അല്ലേ. അപ്പോൾ 70% അൺറൈറ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ ആ 70%നെ പറ്റി മാത്രം അൺറൈറ്റർ ബോധർ ചെയ്താൽ മതി, കൺസേൺ ചെയ്താൽ മതി. അല്ലെ 80%നെ പറ്റി മാത്രം ബോധർ ചെയ്താൽ മതി. ആ റിമൈനിങ് പോർഷൻ ആരുടെ ഉത്തരവാദിത്തമാണ്? കമ്പനിയുടെ ഉത്തരവാദിത്തമാണ് അല്ലേ. സോ ദ ബാലൻസ് ഓഫ് ദ ഇഷ്യൂ ഈസ് കൺസേൺ ദ കമ്പനി ഇറ്റ് സെൽഫ് ഈസ് സെഡ് ടു ഹാവ് അണ്ടർ റിട്ടേൺ.
അൺറിട്ടൺ ദ സെയിം. അപ്പോൾ ആ ബാക്കി പോർഷൻ അൺറൈറ്ററായിട്ട് ആ ഒരു ബാക്കി പോർഷൻ്റെ അൺറൈറ്റിങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പോലെയോ അവിടെ ഒരു അൺറൈറ്റർ ഇല്ല ബാക്കി പോർഷൻ. അപ്പോൾ അതിൻ്റെ ഉത്തരവാദിത്വം ആർക്ക് തന്നെയാണ്? കമ്പനിയാണ് അവിടെ അൺറൈറ്ററായിട്ട് വരുന്നത്. കമ്പനിക്കാണ് അതിൻ്റെ ബാക്കിയുള്ള പോർഷൻ്റെ ഉത്തരവാദിത്വം വരുന്നതെന്ന് മാത്രം ഓർത്തിരിക്കുക. അപ്പോൾ ഓൾ അൺമാർക്ഡ് ആപ്ലിക്കേഷൻസ് ആർ ട്രീറ്റഡ് ആസ് മാർക്ഡ് ആപ്ലിക്കേഷൻസ് ആസ് ഫാർ ആസ് ദ കമ്പനി ഈസ് കൺസേൺ. ഇതുമായിട്ട് ബന്ധപ്പെട്ട മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ്. എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. അൺമാർക്ഡ് ആപ്ലിക്കേഷൻസ് വരുന്നതെല്ലാം അതെന്തായിട്ടാണ് ട്രീറ്റ് ചെയ്യുന്നത്? കമ്പനിയുടെ മാർക്ഡ് ആപ്ലിക്കേഷനായിട്ട് കരുതിയാൽ മതി. അൺമാർക്ഡ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ആ ഒരു അണ്ടർറൈറ്ററിൻ്റെ പേരില്ലാതെ കമ്പനിക്ക് കിട്ടുന്ന ആപ്ലിക്കേഷൻ എന്നല്ലേ അർത്ഥം. കമ്പനിയുടെ ഷെയർസ് പബ്ലിക്കിനെ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ഇഷ്യൂ ചെയ്യുമ്പോൾ സബ്സ്ക്രിപ്ഷൻ കിട്ടുന്നു. പക്ഷേ അത് ത്രൂ ആര് വഴിയല്ല? അൺറൈറ്റർ വഴിയല്ല. അതുകൊണ്ട് തന്നെ ആ കിട്ടുന്ന ആപ്ലിക്കേഷൻ ഫോമിൽ ആരുടെ പേരില്ല ആ ഒരു സ്റ്റാമ്പ് അല്ലെങ്കിൽ ഒരു അൺറൈറ്ററിൻ്റെ സ്റ്റാമ്പ് ഇല്ല എന്നുണ്ടെങ്കിൽ അതാണ് അൺമാർക്ഡ് ആപ്ലിക്കേഷൻ അല്ലേ? അതൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞാണ്. ഈ അൺമാർക്ഡ് ആപ്ലിക്കേഷൻ എന്നുള്ളതിൻ്റെ മീനിങ് എന്താ? കമ്പനിക്ക് ഡയറക്റ്റ്ലി കിട്ടി എന്നല്ലേ അർത്ഥം. അതായത് കമ്പനിക്ക് ഡയറക്റ്റ്ലി കിട്ടി എന്ന് പറഞ്ഞാൽ അവിടെ ആരുടെ പേര് കിട്ടിയെന്ന് തന്നെ അർത്ഥമാക്കാം. കമ്പനിയുടെ പേര് വന്ന മാർക്ഡ് ആപ്ലിക്കേഷൻ എന്ന് വേണമെങ്കിലും ഈ ഒരു കേസിൽ പറയാനായിട്ട് പറ്റും അല്ലേ? അപ്പോൾ അൺമാർക്ഡ് ആപ്ലിക്കേഷനെ ഇവിടെ ട്രീറ്റ് ചെയ്യുന്നത് എന്തായിട്ട് വേണമെങ്കിൽ നമുക്ക് പറയാവുന്നതേ ഉള്ളൂ. ഒരു തിയറി പോയിന്റ് ഓഫ് വ്യൂവിൽ വേണമെങ്കിൽ ഇങ്ങനെ പറയാം, കമ്പനിയുടെ മാർക്ഡ് ആപ്ലിക്കേഷനാണ് എന്ന് പറയാനായിട്ട് പറ്റും. അതാണ് അവിടെ ഉദ്ദേശിച്ചത്. സോ ഈ ഒരു കേസിൽ നെറ്റ് ലയബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? The net liability will be calculated by deducting the marked applications from the gross liability. അപ്പോൾ ഗ്രോസ് ലയബിലിറ്റി എത്രയുണ്ടോ, ഗ്രോസ് ലയബിലിറ്റി എന്ന് പറഞ്ഞാൽ 100% ഇല്ല. ഇവർ ഓൾറെഡി എഗ്രി ചെയ്തിരിക്കുന്നത് എത്ര പെർസെൻറ്റേജ്, 70 ആണോ 80 ആണോ, അതിനനുസരിച്ചുള്ള ഗ്രോസ് ലയബിലിറ്റിയിൽ നിന്ന് ആ ഒരു അൺറൈറ്ററിൻ്റെ തന്നെ പേരിൽ വന്നിരിക്കുന്ന മാർക്ഡ് ആപ്ലിക്കേഷൻ ഉണ്ടല്ലോ, ആ മാർക്ഡ് ആപ്ലിക്കേഷൻസ് ലെസ് ചെയ്യുക. ദെൻ ബാക്കിയുള്ളതാണ് നെറ്റ് ലയബിലിറ്റി ആയിട്ട് വരുന്നത്. ഇനി ഈ മാർക്ഡ് ആപ്ലിക്കേഷൻ്റെ നമ്പർ കൺസിഡർ ചെയ്യുമ്പോൾ അത് ഈ ഓൾറെഡി ഉള്ള ഷെയർസ് ഓർ ഡിബഞ്ചർ അൺറൈറ്റ് ചെയ്തിരിക്കുന്നതിൻ്റെ നമ്പറുമായിട്ട് ഈക്വൽ ആവുകയോ അതിനേക്കാളും കൂടുതലാവുകയോ ചെയ്യുകയാണെങ്കിൽ പിന്നെ അൺറൈറ്ററിന് പ്രത്യേകിച്ച് ബാധ്യതകളോ ലയബിലിറ്റിയോ ഒന്നും തന്നെ ഈ ഒരു എഗ്രിമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടാവില്ല. പിന്നെ പ്രത്യേകിച്ച് ടേക്ക് ഓവർ ചെയ്യാനായിട്ട് നിൽക്കേണ്ട ആവശ്യമില്ല. എന്താ പറഞ്ഞത്? നമുക്ക് ഫോർ എക്സാമ്പിൾ ഈ 70% എന്ന് പറയുന്ന ഒരു കേസ് എടുക്കുക. 70% ഓഫ് ദ ഷെയർസ് ആണ് അൺറൈറ്റ് ചെയ്തിരിക്കുന്നത്. ഈ 70%ൻ്റെ ഒരു എണ്ണം നമുക്ക് ജസ്റ്റ് ഫോർ എക്സാമ്പിൾ വെറുതെ 10,000 ഷെയർസ് ആണ് ഈ 70% എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെങ്കിൽ, അതായത് ഈ ഒരു അൺറൈറ്റർ എന്ന് പറയുന്ന ഒരു അൺറൈറ്റർ സിംഗിൾ അൺറൈറ്ററാണ്. അദ്ദേഹം ടേക്ക് ഓവർ ചെയ്യേണ്ട നമ്പർ ഓഫ് ഷെയർസ് 10,000 ആണ്. അദ്ദേഹത്തിൻ്റെ തന്നെ പേരിൽ മാർക്ഡ് ആപ്ലിക്കേഷനായിട്ട് ഈ സെയിം നമ്പർ തന്നെ എന്തായിട്ട് കിട്ടി? മാർക്ഡ് ആപ്ലിക്കേഷനായിട്ട് കിട്ടിയെന്ന് വിചാരിക്കാം. അപ്പോൾ മാർക്ഡ് ആപ്ലിക്കേഷനായിട്ട് ഇതേ സെയിം നമ്പർ കിട്ടുകയോ അല്ലെ 10,000-ൽ കൂടുതൽ ഷെയർസ് അദ്ദേഹത്തിന് അല്ലേ സെയിം ഈക്വൽ ആകാം, അല്ലെങ്കിൽ അതിൽ കൂടുതൽ മാർക്ഡ് ആപ്ലിക്കേഷൻ കിട്ടിയാൽ അതിൻ്റെ അർത്ഥം എന്താ? അദ്ദേഹം ഏറ്റെടുക്കേണ്ട മാക്സിമം നമ്പർ ഓഫ് ഷെയർസ് 10,000 ഉള്ളൂ. പക്ഷേ അത് എന്ത് ചെയ്യാൻ പറ്റി? മാർക്ഡ് ആപ്ലിക്കേഷൻസ് എന്നുള്ള രീതിയിൽ തന്നെ അദ്ദേഹത്തിന് കിട്ടിയെങ്കിൽ പിന്നെ അദ്ദേഹം എന്തെങ്കിലും എക്സ്ട്രാ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല. ബാക്കി റിമൈനിങ് 30%-നെ പറ്റി ബോധർ ചെയ്യേണ്ട ആവശ്യമോ ടേക്ക് ഓവർ ചെയ്യേണ്ട ആവശ്യമോ ഒന്നും തന്നെ ഇല്ല. അപ്പം മാർക്ഡ് ആപ്ലിക്കേഷനായിട്ട് കിട്ടുന്ന ഒരു അൺറൈറ്ററിൻ്റെ തന്നെ പേരിൽ മാർക്ഡ് ആപ്ലിക്കേഷനായിട്ട് കിട്ടുമ്പോൾ അദ്ദേഹത്തിൻ്റെ പേരിൽ കിട്ടുന്ന മാർക്ഡ് ആപ്ലിക്കേഷൻ ഇഫ് ദ മാർക്ഡ് ആപ്ലിക്കേഷൻ എക്സീഡ് ഓർ ഈക്വൽ ടു ദ നമ്പർ ഓഫ് ഷെയർസ് ഓർ ഡിബഞ്ചേഴ്സ് അൺറിട്ടൺ, അദ്ദേഹം ഏറ്റെടുക്കേണ്ട അൺറൈറ്റ് ചെയ്തിരിക്കുന്ന നമ്പറിനേക്കാളും ഈക്വൽ ആവുകയോ കൂടുതലാവുകയോ ചെയ്യുന്ന കേസിൽ അൺറൈറ്റർ എന്താകും? അദ്ദേഹത്തിൻ്റെ ലയബിലിറ്റിയിൽ നിന്ന് ഫ്രീ ആകും. പിന്നീട് പ്രത്യേകിച്ച് ഷെയർസോ ഡിബഞ്ചറോ ഒന്നും ഈ ഒരു കേസിൽ ടേക്ക് ഓവർ ചെയ്യാനായിട്ട് നിൽക്കേണ്ട ആവശ്യം ഇല്ല. ദ അൺറൈറ്റർ ഈസ് ഫ്രീ ഫ്രം ഹിസ് ലയബിലിറ്റി ആൻഡ് കനോട്ട് ബി കോൾഡ് അപ്പോൺ ടു ടേക്ക് അപ്പ് എനി ഷെയർസ് ഓർ ഡിബഞ്ചേഴ്സ് ഓഫ് ദ കമ്പനി. കമ്പനിയുടെ കുറച്ച് ഷെയർസ് ടേക്ക് ഓവർ ചെയ്യണമെന്നൊന്നും പറഞ്ഞ് അവരെ വിളിക്കാനായിട്ടൊന്നും പറ്റത്തില്ല. സിമിലർലി ഇഫ് ഓൾ ദ ഷെയർസ് ഓർ ഡിബഞ്ചേഴ്സ് ആർ സബ്സ്ക്രൈബ്ഡ് ബൈ ദ പബ്ലിക്, അതേപോലെ ഒരു കേസാണ് നമ്മളിപ്പോൾ പറഞ്ഞല്ലോ, ഒരു 10,000 ഷെയർസാണ് ഈ ഒരു കേസിൽ ഈ 70% എന്നുള്ള രീതിയിൽ ഏറ്റെടുക്കേണ്ടി വരുന്നതെങ്കിൽ ഈ 10,000 ഷെയർസിൽ കൂടുതൽ എന്ത് ചെയ്യുന്നു? പബ്ലിക് സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ എന്താണ് 10,000 ഷെയർസ് അല്ല, ഈ ഇഷ്യൂ ചെയ്ത ഷെയർസ് മുഴുവനും തന്നെ പബ്ലിക് സബ്സ്ക്രൈബ് ചെയ്യുന്ന ഫുൾ സബ്സ്ക്രിപ്ഷൻ നടക്കുന്ന ഒരു കേസിൽ എന്ത് സംഭവിക്കുന്നു? ഇഷ്യൂ ചെയ്ത എല്ലാ ഷെയർസും ആൾക്കാർ വാങ്ങിച്ചിട്ടുണ്ട്, പബ്ലിക് സബ്സ്ക്രൈബ് ചെയ്തു എന്നൊരു കേസാണെങ്കിൽ, അപ്പോൾ എല്ലാ ഷെയർസും ഡിബഞ്ചേഴ്സും പബ്ലിക് സബ്സ്ക്രൈബ് ചെയ്യുന്ന ഒരു കേസാണെങ്കിൽ അവിടെയും എന്തിൻ്റെ ആവശ്യമില്ല? ഫുൾ സബ്സ്ക്രിപ്ഷൻ വരുന്ന കേസിലോ ഓവർ സബ്സ്ക്രിപ്ഷൻ വരുന്ന കേസിലോ പാർഷ്യൽ അൺറൈറ്റിംഗ് ആണെങ്കിലും അൺറൈറ്റർ എന്താകും? ഫ്രീ ആകും. കാരണം അദ്ദേഹത്തിന് എന്തിൻ്റെ ആവശ്യം വരുന്നില്ല? ബാക്കി റിമൈനിങ് നമ്പർ ഓഫ് ഷെയർസ് ആ ഒരു പ്രൊപ്പോർഷൻ അനുസരിച്ച് ഏറ്റെടുക്കേണ്ട ആവശ്യം അവിടെ വരുന്നില്ല. ദ അൺറൈറ്റർ ഈസ് ഫ്രീ ഫ്രം ഹിസ് ലയബിലിറ്റി. എന്നാൽ മാർക്ഡ് ആപ്ലിക്കേഷൻസ് എന്ത് ചെയ്യേണ്ടതായിട്ട് ഇൻസ്പൈറ്റ് ഓഫ് ദ ഫാക്ട് ദാറ്റ് മാർക്ഡ് ആപ്ലിക്കേഷൻസ് ആർ ലെസ് ദാൻ നമ്പർ ഓഫ് ഷെയർസ് ഓർ ഡിബഞ്ചേഴ്സ് അൺറിട്ടൺ, ആ മാർക്ഡ് ആപ്ലിക്കേഷൻസ് അദ്ദേഹത്തിൻ്റെ പേര് വന്ന മാർക്ഡ് ആപ്ലിക്കേഷൻസ് ചിലപ്പോൾ ഈ 10,000 ഒന്നും കാണത്തില്ല. കമ്പനിക്ക് മൊത്തത്തിൽ നോക്കുമ്പോൾ ഫുൾ സബ്സ്ക്രിപ്ഷൻ കിട്ടി, എന്നാൽ 10,000 ആണ് ആര് ടേക്ക് ഓവർ ചെയ്യേണ്ടത്? എന്ന് പറയുന്ന അൺറൈറ്റർ ടേക്ക് ഓവർ ചെയ്യേണ്ടതിൻ്റെ എണ്ണം
10,000 ആണ്, പക്ഷേ എയുടെ പേരിൽ വന്ന മാർഡ് ആപ്ലിക്കേഷൻ ചിലപ്പോൾ 8,000 ഉള്ളായിരിക്കും. അപ്പോൾ കമ്പനി എന്ത് ചെയ്യാനൊന്നും പാടില്ല, 8,000 വന്നുള്ളൂ, ബാക്കി 2,000 ഇയാളുടെ ലൈബിലിറ്റി ആണെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. കാരണം കമ്പനിയെ സംബന്ധിച്ച് ഫുൾ സബ്സ്ക്രിപ്ഷൻ കിട്ടി. അങ്ങനെയാണെങ്കിൽ പിന്നെ അൺറൈറ്ററിന് അവിടെ പ്രത്യേകിച്ച് ബാധ്യതകളൊന്നുമില്ല. പാർഷ്യൽ അൺറൈറ്റിങ്ങിൻ്റെ കേസിലും അത് തന്നെയാണ് നമ്മൾ സാധാരണ കംപ്ലീറ്റ് അൺറൈറ്റിങ്ങിൽ പറയുന്ന അതേ കാര്യം തന്നെയാണ് ഇവിടെ ഫോളോ ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് പാർഷ്യൽ അൺറൈറ്റിങ്ങിൻ്റെ തന്നെ ഫസ്റ്റ് കേസായിട്ട് വരുന്ന അൺറിട്ടൺ കണ്ടക്റ്റഡ് ബൈ വൺ അണ്ടർറൈറ്റർ. ഒരു സിംഗിൾ അണ്ടർറൈറ്ററാണ് പാർഷ്യൽ അണ്ടർറൈറ്റിംഗ് നടത്തുന്നത് എന്നുണ്ടെങ്കിൽ എങ്ങനെ ചെയ്യണം എന്നാണ് ഇവിടെ പറഞ്ഞത്. ഇനി നമുക്ക് നമ്മുടെ ടെക്സ്റ്റിൽ തൊട്ടടുത്ത പോർഷനായിട്ട് കിടക്കുന്ന ഫേം അണ്ടർറൈറ്റിങ്ങും അതിൻ്റെ ഒരു പ്രോബ്ലമാണ്. അത് നമുക്ക് തീർച്ചയായിട്ടും അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. കാരണം ഇവിടെ നമുക്ക് പാർഷ്യൽ അണ്ടർറൈറ്റിംഗ് എന്താണെന്ന് നമ്മൾ പറഞ്ഞു നിർത്തി അല്ലേ. അതിൻ്റെ കൂടെ തന്നെ ഇത് മിക്സ് ചെയ്ത് പറയുന്നതിനേക്കാളും കുറച്ചുകൂടെ ബെറ്റർ ഈ പാർഷ്യൽ അണ്ടർറൈറ്റിങ്ങിൻ്റെ എ എന്ന് പറയുന്ന പാർട്ട് മാത്രമേ നമ്മളിവിടെ പറഞ്ഞുള്ളൂ. ഒരു സിംഗിൾ അണ്ടർറൈറ്റർ പാർഷ്യൽ അണ്ടർറൈറ്റിംഗ് നടത്തുന്ന കേസ് മാത്രമാണ് നമ്മളിപ്പോൾ പറഞ്ഞു നിർത്തിയത്. ഇനി അതിൻ്റെ തൊട്ട് താഴെയായിട്ട് ഈ ഫേം അണ്ടർറൈറ്റിംഗ് ഇതിൻ്റെ ഇടയിലോട്ട് വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് വരുന്ന ഒരു പോർഷനായിട്ട് ഈ നമ്മളിപ്പം സ്കിപ്പ് ചെയ്യുന്ന പോർഷൻ തീർച്ചയായിട്ടും അടുത്ത ക്ലാസ്സിൽ അടുത്തൊരു ക്ലാസിഫിക്കേഷൻ ആണല്ലോ ഫേം അണ്ടർറൈറ്റിംഗ്. ആ ഒരു ഹെഡ് പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു പ്രോബ്ലം ഈ എന്താണ് ഇല്ലുസ്ട്രേഷൻ നമ്പർ 2 നമുക്ക് അവിടെ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നമ്മളിപ്പം ജസ്റ്റ് ഏതിലോട്ട് പോവുകയാണ്, ഈ ബി എന്ന് പറയുന്ന പോയിന്റിലോട്ട് പോവാണ്. കാരണം നമ്മൾ എ എന്ന് പറയുന്ന പോയിന്റ് പറഞ്ഞു കഴിഞ്ഞു. അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലം അല്ല അവിടെ കിടക്കുന്നത്, ഫേം അണ്ടർറൈറ്റിങ്ങിൻ്റെ പ്രോബ്ലമാണ് തൊട്ട് മേളിൽ കിടക്കുന്നത്. അപ്പോൾ നമ്മൾ ഇനി എന്താ ചെയ്യുന്നത്, പാർഷ്യൽ അണ്ടർറൈറ്റിങ്ങിൻ്റെ ഒരു കേസ് കഴിഞ്ഞു. ഇനി തൊട്ടടുത്ത കേസായിട്ട് ഇവിടെ എടുക്കേണ്ടത് ഏതാണ്, ബി എന്ന് പറയുന്ന പോയിന്റാണ്. അപ്പോൾ പാർഷ്യൽ അണ്ടർറൈറ്റിംഗ് ഇവിടെ എത്ര പേര് ചേർത്താണ് നടത്തുന്നത്, എന്തായാലും ഒന്നിൽ കൂടുതൽ അണ്ടർറൈറ്റേഴ്സ് വരുന്ന ഒരു കേസാണ്. നമ്പർ ഓഫ് അണ്ടർറൈറ്റേഴ്സ് ഉണ്ടെന്ന് പറയാം. അത് 2 or more അണ്ടർറൈറ്റേഴ്സ് ആണെന്ന് മാത്രമേ നമുക്ക് തൽക്കാലം പറയാനായിട്ട് നിർവാഹമുള്ളൂ അല്ലേ. നമ്പർ ഓഫ് അണ്ടർറൈറ്റേഴ്സ് ഉണ്ട് എന്നുള്ളൊരു രീതിയിൽ എന്തായാലും സിംഗിൾ അല്ല, അതിൽ കൂടുതൽ മോർ ദാൻ വൺ അണ്ടർറൈറ്റർ വരുന്ന ഒരു കേസിൽ എന്ത് ചെയ്യണമെന്നുള്ളതാണ് ഇനി പറയുന്നത്. ഓക്കെ, ഇൻ സച്ച് എ കേസ് ഓൺലി എ പാർട്ട് ഓഫ് ദ ഹോൾ ഇഷ്യൂ ഈസ് അൺറിട്ടൺ ബൈ എ നമ്പർ ഓഫ് അണ്ടർറൈറ്റേഴ്സ്. അപ്പോൾ നമ്മൾ മുമ്പേ പറഞ്ഞ അതേ കാര്യം തന്നെയാണ്. ഹോൾ ഇഷ്യൂ എന്ത് ചെയ്തിട്ടില്ല, അൺറൈറ്റ് ചെയ്യുന്നില്ല, പക്ഷേ ആ ഹോൾ ഇഷ്യൂവിൻ്റെ ഒരു പാർട്ട് അൺറൈറ്റ് ചെയ്യുന്നുണ്ട്. അതായത് 70% 80% അങ്ങനെ വരുന്ന ഏതെങ്കിലും ഒരു ഫിക്സഡ് പെർസെൻറ്റേജ് മാത്രമായിരിക്കും എന്ത് ചെയ്യുന്നത്, അൺറൈറ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇവിടെ അൺറൈറ്റ് ചെയ്യുന്നത് ആരാണ്, ഒറ്റ ഒരാളല്ല, പകരം മോർ ദാൻ വൺ അൺറൈറ്റേഴ്സ് ചേർന്നാണ് ഇവിടെ അൺറൈറ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളൊരു വ്യത്യാസം ഉണ്ട്. അപ്പോൾ സിംഗിൾ അൺറൈറ്റർ അല്ല ഇവിടെ അൺറൈറ്റ് ചെയ്തിരിക്കുന്നത്, മോർ ദാൻ വൺ അൺറൈറ്റേഴ്സ് ചേർന്നാണ് ഈ പാർട്ട് ഓഫ് ദ പാർഷ്യൽ അൺറൈറ്റിംഗ് നടത്തിയിരിക്കുന്നത് എന്നുള്ളൊരു കേസാണ് ഇവിടെ വരുന്നത്. അതിൻ്റെ ബാക്കി എന്താ പറയുന്നതെന്നൂടെ നോക്കാം. And the remaining and for the balance 30% or 20% of the issue company itself is the underwriter. മുന്നേ പറഞ്ഞതുപോലെ തന്നെയുള്ള പോയിൻ്റാണ്. ആ 70% ആണ് ഒന്നിൽ കൂടുതൽ ആളുകൾ ചേർന്ന് അൺറൈറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതെങ്കിൽ ആ റിമൈനിങ് ബാലൻസ് പോർഷൻ എത്ര വരും, 30 അല്ലേ. 80 ആണെങ്കിൽ 20. ആ റിമൈനിങ് പോർഷൻ ആരുടെ ഉത്തരവാദിത്തമാണ്, കമ്പനിയുടെ ഉത്തരവാദിത്തമാണ്. സോ കമ്പനി ഇറ്റ്സെൽഫ് ഈസ് ദ അൺറൈറ്റർ ഫോർ ദ റിമൈനിങ് പോർഷൻ. ആ റിമൈനിങ് ബാലൻസ് ബാലൻസ് വരുന്ന പോർഷൻ എത്രയാണോ, റിമൈനിങ് പോർഷൻ എത്രയാണോ അതിൻ്റെ ഉത്തരവാദിത്തം അല്ലെങ്കിൽ അതിൻ്റെ അണ്ടർറൈറ്ററിനായിട്ട് ആരെ തന്നെ കരുതിയാൽ മതി, കമ്പനിയെ തന്നെ കരുതിയാൽ മതി. അതിൻ്റെ ഉത്തരവാദിത്തം അവരാണല്ലോ, കമ്പനി തന്നെയാണല്ലോ ഏറ്റെടുക്കുന്നത്. കാരണം ഇത് പാർഷ്യൽ അണ്ടർറൈറ്റിംഗ് ആണ്. സോ ഓൾ അൺമാർഡ് ആപ്ലിക്കേഷൻസ്, മുമ്പ് പറഞ്ഞ അതേ പോയിന്റ് തന്നെയാണ്, എല്ലാ അൺമാർഡ് ആപ്ലിക്കേഷനും ഈ ഒരു കേസിൽ ആരുടെ മാർഡ് ആപ്ലിക്കേഷനായിട്ട് കരുതിയാൽ മതി, കമ്പനിക്ക് കിട്ടിയ മാർഡ് ആപ്ലിക്കേഷനായിട്ട് കരുതിയാൽ മതി. കാരണം ഡയറക്റ്റ്ലി കമ്പനിയുടെ പേര് വരുന്നതിനെയാണല്ലോ അൺമാർഡ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. അൺറൈറ്ററിൻ്റെ പേരില്ല, പക്ഷേ കമ്പനിയിലേക്ക് ഡയറക്റ്റ് വന്നു എന്ന് പറഞ്ഞാൽ ഇവിടെ കമ്പനിയെയും ഒരു അൺറൈറ്ററായിട്ട് കരുതിക്കൊള്ളാൻ പറഞ്ഞാൽ അവിടെ ആരാണ്, കമ്പനിയുടെ പേരിൽ വന്ന മാർഡ് ആപ്ലിക്കേഷനായിട്ട് വേണമെങ്കിൽ നമുക്ക് ഈ അൺമാർഡ് ആപ്ലിക്കേഷനെ കരുതാവുന്നതാണ്. ഇതൊക്കെ നമ്മൾ മുമ്പേ പറഞ്ഞ അതേ പോയിന്റ് തന്നെയാണ്. സോ മെത്തേഡ് ഓഫ് ഡിറ്റർമൈനിങ് നെറ്റ് ലൈബിലിറ്റി ഓഫ് റെസ്പെക്റ്റീവ് അൺറൈറ്റർ ഈസ് സിമിലർ ടു ദ മെത്തേഡ് ഓഫ് സെക്കൻഡ് എ. നമ്മൾ മുന്നേ പറഞ്ഞ അതേ രീതിയിൽ തന്നെയാണ് ഇവിടെ അൺറൈറ്ററിൻ്റെ ലൈബിലിറ്റി കാണേണ്ടതെന്ന് പറയുന്നുണ്ട്. പിന്നെ കൂടാതെ തന്നെ മുന്നേ പാർഷ്യൽ അൺറൈറ്റിങ്ങും പിന്നെ എന്താണ് ഈ പാർഷ്യൽ അൺറൈറ്റിങ്ങിൻ്റെ തന്നെ 2 കേസ്, ബൈ വൺ അൺറൈറ്റർ ആയാലും ബൈ എ നമ്പർ ഓഫ് അൺറൈറ്റർ ആവുന്ന കേസിലും ഒക്കെ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പ്രാക്ടിക്കൽ പ്രോബ്ലമാണ് ഇനി പറയാൻ പോകുന്നത്. ഇവിടെ മോർ ദാൻ വൺ അൺറൈറ്റർ വരുന്നുണ്ട് എന്നുള്ളൊരു കേസ് മാത്രം ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഡയറക്റ്റ്ലി ഇതിനൊരു കോളം കൊടുക്കുമ്പോൾ എത്രയും അൺറൈറ്റേഴ്സ് എത്ര പേരുണ്ടോ അവർക്ക് അത്രയും കോളം കൊടുത്ത് നമ്മൾ ആൻസർ ചെയ്യുന്നു എന്നൊരു വ്യത്യാസമേ ഉള്ളൂ. അൺറൈറ്റേഴ്സ് എത്ര പേരാണോ അത്രയും പേർക്ക് എമൗണ്ട് കോളം കൊടുക്കുക. കൂടാതെ ലാസ്റ്റിൽ കമ്പനിക്കും കൂടെ ഒരു കോളം കൊടുക്കാനായിട്ട് ശ്രദ്ധിച്ചാൽ മതി. കാരണം പാർഷ്യൽ അൺറൈറ്റിംഗ് ആണ്. ഇതിൻ്റെ ഫുൾ 100% എന്ന് പറയുന്ന ഒരു ടോട്ടൽ കോളത്തിനേക്കാളും റിമൈനിങ് പോർഷൻ വരുന്നത് കമ്പനി എന്നുള്ള രീതിയിൽ അസൈൻ ചെയ്യുന്ന ഒരു കാര്യമായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. അപ്പോൾ നമുക്ക് ഇല്ലുസ്ട്രേഷൻ 3 നമ്മൾ പറയുവാണ്. ഓൾറെഡി പറഞ്ഞു ഇല്ലുസ്ട്രേഷൻ 2ഉം അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റിനും ഒക്കെ നമ്മൾ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും. കാരണം അത് ഏത് ഹെഡിൽ വരുന്നതാണ്, ഫേം അൺറൈറ്റിങ്ങിൻ്റെ ഹെഡിൽ വരുന്നത് കൊണ്ടാണ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പാർഷ്യൽ അൺറൈറ്റിംഗ് ആണ്. പാർഷ്യൽ അൺറൈറ്റിങ്ങുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള 2
പാർട്ടും, അതായത് 2 കേസും, ബൈ 1 അൺറൈറ്ററും ബൈ നമ്പർ ഓഫ് അൺറൈറ്റേഴ്സും വരുന്ന 2 കേസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി നമുക്ക് പാർഷ്യൽ അൺറൈറ്റിങ്ങിൻ്റെ പ്രോബ്ലം വന്ന് എങ്ങനെ ചെയ്യാമെന്നുള്ളൊരു പ്രാക്ടിക്കൽ ഇല്ലുസ്ട്രേഷനാണ് പറയുന്നത്. ഇല്ലുസ്ട്രേഷൻ നമ്പർ 3. എക്സ് ലിമിറ്റഡ് ഇഷ്യൂ 10,000 ഇക്വിറ്റി ഷെയർസ് ഓഫ് ₹10 ഈച്ച്. എത്ര നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ് ആണ് എക്സ് ലിമിറ്റഡ് എന്ന് പറഞ്ഞ കമ്പനി ഇഷ്യൂ ചെയ്യുന്നത്? 10,000 ഇക്വിറ്റി ഷെയർസ് ആണ്. 10 രൂപയുടെ ഷെയർ ആണ്. നമുക്ക് നമ്പർ തന്നെയാണ് ഇവിടെ വേണ്ടത്. അതുകൊണ്ട് നമ്പർ 10,000 എന്നുള്ള നമ്പർ തന്നെയാണ് നമ്മളിവിടെ എടുക്കുന്നത്. ദ ഇഷ്യൂ വാസ് അൺറിട്ടൺ ആസ് ഫോളോസ്. ആ ഇഷ്യൂ എങ്ങനെയാണ് അൺറൈറ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ള പെർസെൻറ്റേജ് ഇവിടെ തന്നിട്ടുണ്ട്. എ 30% ടേക്ക് ഓവർ ചെയ്യും, ബി 30%, സി 20%. അപ്പോൾ 3 അൺറൈറ്റേഴ്സ് ഉണ്ട്, എ ബി സി. 30, 30, 20 അല്ലേ? 30 + 30 + 20 ചെയ്യുമ്പോൾ എത്ര വരുന്നുണ്ട്? 80% മാത്രമേ ഇവിടെ എന്ത് ചെയ്തിട്ടുള്ളൂ? അൺറൈറ്റ് ചെയ്തിട്ടുള്ളൂ എന്നുള്ളത് ആ പെർസെൻറ്റേജ് ടോട്ടൽ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ 80% അൺറൈറ്റ് ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? ബാക്കി റിമൈനിങ് 20% ആരുടെ ഉത്തരവാദിത്തമാണ്? കമ്പനിയുടെ ഉത്തരവാദിത്തമാണ് എന്നും കൂടി ഓർക്കുക. അപ്പോൾ ആ ബാക്കി 20% ആരുടെ അണ്ടറിൽ? കമ്പനിയാണ് ബാക്കി ആ 20%ൻ്റെ കേസിൽ അൺറൈറ്ററായിട്ട് കരുതേണ്ടത് എന്നുള്ളതൂടെ ഓർത്തിരിക്കുക. ഇനി ബാക്കി ഹൗവർ ദ കമ്പനി റിസീവ്ഡ് ആപ്ലിക്കേഷൻ ഫോർ 8,000 ഷെയർസ് ഓൺലി. അപ്പോൾ മൊത്തം ഇഷ്യൂ ചെയ്ത ഷെയർസ് എത്രയാണ്? 10,000. കമ്പനി അൺറൈറ്റ് ചെയ്തിരിക്കുന്ന എത്ര പെർസെൻറ്റേജാണ്? 80%. അതിൽ എത്ര നമ്പർ ഓഫ് ഷെയർസിനുള്ള സബ്സ്ക്രിപ്ഷൻ കിട്ടി? ആപ്ലിക്കേഷൻ കിട്ടി? 8,000 ഷെയർസിൻ്റെ ആപ്ലിക്കേഷൻ കിട്ടി. ബാക്കി നമ്പർ ഓഫ് ഷെയർസ് എത്ര വരും? പബ്ലിക് തന്നെ എത്ര ടേക്ക് ഓവർ ചെയ്തു? 8,000 ടേക്ക് ഓവർ ചെയ്തു. ബാക്കി 2,000 മാത്രമാണ് ആരുടെ ലൈബിലിറ്റി? മൊത്തത്തിൽ എല്ലാവരുടെയും കൂടെയുള്ള ലൈബിലിറ്റി 2,000 മാത്രമേ മൊത്തത്തിലുള്ള ലൈബിലിറ്റി ആയിട്ട് വരുന്നുള്ളൂ. ആ 2,000 എന്ത് ചെയ്യുക? ഈ ഒരു പ്രൊപ്പോർഷൻ അനുസരിച്ച് തന്നെ അവർ ടേക്ക് ഓവർ ചെയ്യാമെന്ന് പറഞ്ഞാൽ അതേ പ്രൊപ്പോർഷൻ അനുസരിച്ച് എന്ത് ചെയ്താൽ മതി? എക്കും ബിക്കും സിക്കും ഡിവൈഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇത്രയേ ഉള്ളൂ കാര്യം. ശരിക്കും പറഞ്ഞാൽ സിമ്പിളാണ് ക്വസ്റ്റ്യൻ. അതായത് മൊത്തം നമ്പർ ഓഫ് ഷെയർസ് എത്രയാണെന്ന് നോക്കുക. എത്രയാണ് ടോട്ടൽ നമ്പർ ഓഫ് ഷെയർസ് ഈ ഒരു കേസിൽ? 10,000 ഷെയർസ്. 10,000 ഷെയർസിൽ പബ്ലിക് എത്ര സബ്സ്ക്രൈബ് ചെയ്തു? 8,000 ഷെയർസ്. ബാക്കി റിമൈനിങ് പോർഷൻ എത്രയുണ്ട്? 2,000 ഷെയർസ്. ഈ 2,000 ഷെയർസിൽ 2,000ഉം എയും ബിയും സിയും കൂടെ ടേക്ക് ഓവർ ചെയ്യുമോ? ഇല്ല. കാരണം ഇവിടെ 80% മാത്രമേ ആര് ഷെയർ ചെയ്താൽ മതി? എയും ബിയും സിയും കൂടെ ഷെയർ ചെയ്താൽ മതി. അപ്പോൾ 2,000നെ നമ്മൾ 3 ഡിവൈഡ് ചെയ്യുക. അതിൽ എ എത്ര എടുത്താൽ മതി? 2,000ൻ്റെ 30% മാത്രം എടുത്താൽ മതി. 2,000ൻ്റെ 30% എന്ന് പറഞ്ഞാൽ എത്ര നമ്പർ ഓഫ് ഷെയർസ് വരും? 600 ഷെയർസ്. അടുത്തത് ബിയും അതേപോലെ തന്നെ 600 ഷെയർസ്. 30% തന്നെയല്ലേ? അത്രയും ഷെയർസ് തന്നെ ടേക്ക് ഓവർ ചെയ്താൽ മതി. അടുത്തത് സിയുടെ കേസിൽ 20% ആണ് ടേക്ക് ഓവർ ചെയ്യേണ്ടത്. അപ്പോൾ എത്ര വരും? 400 ഷെയർസാണ് സി എന്ന് പറയുന്ന ആൾ 20%. 2,000ൻ്റെ 20% ടേക്ക് ഓവർ ചെയ്താൽ മതി. 400 ഷെയറാണ് ടേക്ക് ഓവർ ചെയ്യേണ്ടത്. അതായത് ടോട്ടൽ എയും ബിയും സിയും കൂടെ മൊത്തം എത്ര ഷെയർസ് ടേക്ക് ഓവർ ചെയ്യത്തുള്ളൂ? 1,600 ഷെയർസ് ടേക്ക് ഓവർ ചെയ്യത്തുള്ളൂ. ടേക്ക് ഓവർ ചെയ്യേണ്ടത് എത്രയായിരുന്നു? അല്ലെങ്കിൽ ബാക്കി വന്നത് എത്രയായിരുന്നു? 2,000. അപ്പോൾ ബാക്കി വരുന്ന 2,000 അല്ലേ? 2,000ൽ എയും ബിയും സിയും കൂടെ അതിൻ്റെ 80% ടേക്ക് ഓവർ ചെയ്തു. എല്ലാ അൺറൈറ്റേഴ്സും കൂടെ 1,600 ഷെയർ ടേക്ക് ഓവർ ചെയ്തു. ബാക്കി വരുന്ന 400 ആരുടെ ഉത്തരവാദിത്തമാണ്? കമ്പനിയുടെ ഉത്തരവാദിത്തമാണ്. ഇത്രയേ ഉള്ളൂ. ഈ ഒരു ക്വസ്റ്റ്യൻ്റെ സൊല്യൂഷനും ഇത്ര തന്നെ ഉള്ളൂ. ഇതാണ് ഈ ഒരു ക്വസ്റ്റ്യൻ്റെ മീനിങ് എന്ന് പറയുന്നത്. മീനിങ് പറഞ്ഞ കൂട്ടത്തിൽ തന്നെ നമ്മൾ സൊല്യൂഷനും പറഞ്ഞു പോകാവുന്ന തരത്തിലുള്ള വളരെ സിമ്പിളായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ മാത്രമാണിത്. ഡിറ്റർമൈൻ ദ ലയബിലിറ്റി ഓഫ് റെസ്പെക്റ്റീവ് അൺറൈറ്റേഴ്സ്. അൺറൈറ്റേഴ്സിൻ്റെ ലയബിലിറ്റി കാണാനായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. എങ്കിലും നമുക്ക് ടെക്സ്റ്റിൽ 2 രീതിയിൽ ആൻസർ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒരു ഓൾട്ടർനേറ്റീവ് ഫോമാണ് നമ്മൾ ആദ്യം തന്നെ സിമ്പിളായിട്ട് പറഞ്ഞു പോയത്. എങ്കിലും സ്റ്റേറ്റ്മെൻറ്റ് വൈസ് വേണമെങ്കിൽ ലയബിലിറ്റി കണ്ടുപിടിക്കുന്ന ഫസ്റ്റ് കേസ് കൂടെ നമുക്ക് നോക്കാം. ജസ്റ്റ് എന്താണ്? എത്ര അൺറൈറ്റേഴ്സ് ഉണ്ട്? 3 അൺറൈറ്റേഴ്സ്. 3 പേർക്കും ഓരോ കോളം കൊടുക്കുക. എ ബി സി. ലാസ്റ്റ് ഒരു കോളം കൂടെ കൊടുക്കുക. കമ്പനിക്കും കൂടെ ഒരു കോളം കൊടുക്കുക. വേണമെങ്കിൽ ടോട്ടലും കൊടുക്കാം, പ്രശ്നമൊന്നുമില്ല. അപ്പോഴാണ് ടോട്ടലൂടെ കൊടുക്കുന്ന കോളത്തിൽ മാത്രമാണ് കമ്പനിയുടെ കൂടെ കൊടുത്തിട്ട് ടോട്ടൽ കൊടുത്താലേ 100% നമുക്ക് കിട്ടത്തുള്ളൂ എന്നുള്ളൊരു കാര്യം മാത്രമേ ഉള്ളൂ. എന്നിട്ട് എ ബി സി പേര് കൊടുത്തു. ലാസ്റ്റ് കോളത്തിന് എന്തെന്നും പേര് കൊടുത്തു? കമ്പനിയെന്നും പേര് കൊടുത്തു. ഇനി അടുത്തതോ ടോട്ടൽ ലയബിലിറ്റി എത്രയാണ്? ഈ 10,000 ഷെയർസിൻ്റെ ടോട്ടൽ ലയബിലിറ്റി ആണുള്ളത്. ആ 10,000 എങ്ങനെയാണ് അവർ ഡിവൈഡ് ചെയ്യുന്നത്? അതിൻ്റെ റേഷ്യോ ആണ് ആദ്യം കൊടുത്തിരിക്കുന്നത്. 30-30-20. അങ്ങനെയാണെങ്കിൽ 30 + 30 + 20 ചെയ്യുമ്പോൾ 80 അല്ലേ വരുന്നുള്ളൂ. ആ ബാക്കി 20% ആരുടെ ഉത്തരവാദിത്തമാണ്? കമ്പനിയുടെ ഉത്തരവാദിത്തമാണ്. അങ്ങനെയെങ്കിൽ എത്രയാണ് നമ്പർ ഓഫ് ഷെയർസ്? 10,000 ഷെയർസിൻ്റെ 30% എത്ര വരും? 3,000. അടുത്ത ബിക്കും 3,000, സിക്ക് 2,000. ബാക്കി വരുന്ന 2,000 ഷെയർസ് ആര് ഏറ്റെടുക്കണം? കമ്പനി തന്നെ ഏറ്റെടുക്കണം. ഇനി കമ്പനിക്ക് എത്ര ആപ്ലിക്കേഷൻ കിട്ടി? 8,000 ഷെയർസിൻ്റെ ആപ്ലിക്കേഷൻ കിട്ടി. അതും എന്ത് ചെയ്യുക? 8,000നെയും ഇതേ സെയിം റേഷ്യോയിൽ എക്കും ബിക്കും സിക്കുമുള്ള അതേ സെയിം റേഷ്യോയിൽ ഈ 8,000നെ ഡിവൈഡ് ചെയ്യുക. അപ്പോൾ ഷെയർസ് അപ്ലൈഡ് ആൻഡ് അലോട്ടഡ് എന്ന് പറയുന്നത് 2,400 എക്ക് എങ്ങനെ കിട്ടിയതാണ്?
ആകെ 8,000 ഷെയർസ് ആണല്ലോ ആപ്ലിക്കേഷൻ കിട്ടിയത്. ആ 8,000 ഷെയർസ് എന്ന് പറയുന്നത് എത്രയാണ്, എക്ക് എത്രയാണ് അലോട്ട് ചെയ്യുന്നത്? 30% അല്ലേ, അപ്പോൾ 30%. അപ്പോൾ 8,000 ഷെയറിൻ്റെ 30% എത്രയാണ്? 2,400. അങ്ങനെയാണ് എക്കും ബിക്കും സിക്കും എന്താണ് അവരുടെ തന്നെ സെയിം പ്രൊപ്പോർഷൻ അനുസരിച്ചാണ് ഡിവൈഡ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ബാക്കി വരുന്ന പോർഷൻ എത്രയാണ്? 1,600 ഷെയർസ് എന്ന് പറയുന്നത് കമ്പനിയുടെ ഉത്തരവാദിത്തമാണ്. അപ്പോൾ എന്താണ് ബാക്കി അൺറൈറ്ററിൻ്റെ ലയബിലിറ്റി എന്നുള്ള രീതിയിൽ എത്ര വെച്ച് വരും? ടോട്ടൽ എത്രയാണ്? 2,000 ഷെയർസിനാണ് ആ ഒരു കേസിൽ 2,000 എന്നുള്ള കേസ് ലയബിലിറ്റി ഓഫ് അൺറൈറ്റർ വരാൻ വേണ്ടി എത്ര ഏറ്റെടുക്കും? 600. ബി എത്ര വരും? മൈനസ് ചെയ്താൽ മതി. 3,000 നിന്ന് 2,400 മൈനസ് ചെയ്താൽ മതി. അങ്ങനെ ചെയ്യുമ്പോൾ എക്കും ബിക്കും 600 വെച്ച് വരും, സിക്ക് 400 വരും. കമ്പനിക്കാണ് ബാക്കി 400 ഷെയർസ് ഏറ്റെടുക്കാനായിട്ടുള്ള ബാധ്യത. ഇത്രയേ ഉള്ളൂ. നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് വൈസ് പറയുവാണെങ്കിൽ ചെയ്യാനായിട്ടുള്ളത് സിമ്പിളാണ്. പ്രത്യേകിച്ച് ഒന്നും തന്നെ ഇതിൻ്റെ അകത്ത് കോംപ്ലിക്കേഷൻസ് ഒന്നും തന്നെയില്ല. നോട്ടായിട്ട് കൊടുത്തിരിക്കുന്ന കാര്യം എന്താ? അൺറൈറ്റിംഗ് ഈസ് ഓൺലി ഫോർ 80% ഓഫ് ഷെയർസ് ബൈ ദ ഔട്ട്സൈഡേഴ്സ്. സോ ഫോർ ദ റെസ്റ്റ് 20% ഓഫ് ദ കമ്പനി ഷുഡ് ബി ട്രീറ്റഡ് ആസ് ദ അൺറൈറ്റർ. അത് നമ്മളോട് ഓൾറെഡി നമ്മൾ തിയറി പറഞ്ഞ അതേ കാര്യം. ഇവിടെ എയും ബിയും സിയും കൂടെ 80% അൺറൈറ്റ് ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ബാക്കി വരുന്ന 20% ആരുടെ ഉത്തരവാദിത്തമാണ്? കമ്പനിയുടെ ഉത്തരവാദിത്തമാണെന്നാണ് ഇവിടെയും പറയുന്നത്. ആ ബാക്കി 20%ൻ്റെ കേസിൽ കമ്പനിയാണ് അൺറൈറ്ററായിട്ട് കരുതേണ്ടത്. ഇനി നമ്മൾ ആദ്യം പറഞ്ഞ ജസ്റ്റ് നമ്മൾ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞ അതേ കാര്യമാണ് ഇവിടെ താഴോട്ട് ഓൾട്ടർനേറ്റീവ്ലി എന്നും പറഞ്ഞ് തന്നിരിക്കുന്ന ഒരു ഓറായിട്ട് ഒരു അനദർ മെത്തേഡ് തന്നിരിക്കുന്നത് മാത്രമേ ഉള്ളൂ. സിമ്പിളായിട്ടുള്ള ഒരു ഓൾട്ടർനേറ്റീവ് മെത്തേഡിലൂടെ പറയുവാണ്. മൊത്തം ഇഷ്യൂ ചെയ്ത ഷെയർസ് എത്രയാണ്? 10,000. ആപ്ലിക്കേഷൻ കിട്ടിയത് എത്രയാണ്? 8,000. ബാക്കി എത്ര എമൗണ്ടിനാണ് ആപ്ലിക്കേഷൻ കിട്ടാതിരുന്നത്? അൺസബ്സ്ക്രൈബ്ഡ് ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ബാക്കി അൺറൈറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ മൊത്തത്തിൽ സഫർ ചെയ്യുകയോ ഒക്കെ ചെയ്യേണ്ടി വരുന്ന പോർഷൻ എത്രയാണ്? 2,000. ഈ 2,000 എയും ബിയും സിയും കൂടെ ഏറ്റെടുക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. ഈ 2,000ൻ്റെ 80% മാത്രം അവർ ടേക്ക് ഓവർ ചെയ്യും. അതായത് എ 30% ടേക്ക് ഓവർ ചെയ്യും, ബി ഈ 2,000ൻ്റെ 30% ടേക്ക് ഓവർ ചെയ്യും, സി 20% ടേക്ക് ഓവർ ചെയ്യും. ബാക്കി വരുന്നത് ആരുടെ ഉത്തരവാദിത്തമാണ്? ബാക്കി 400 ഷെയർസ്, ബാക്കി 20% കമ്പനിയുടെ ഉത്തരവാദിത്തമാണ്. അത്രയേ ഉള്ളൂ. ഇത്രയും മാത്രമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ 80% ഓഫ് ദ ഇഷ്യൂ ടോട്ടൽ ഇഷ്യൂ അൺറൈറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ബാക്കി വന്ന 2,000ൻ്റെ 80% എന്ത് ചെയ്യും? ബാക്കി വന്ന 2,000ൻ്റെ 80% ആയിട്ടുള്ള 1,600 3 പേരൂടെ ഷെയർ ചെയ്തെടുക്കും. എയും ബിയും സിയുടെ അവരുടെ പ്രൊപ്പോർഷൻ അനുസരിച്ച് 600, 600, 400. അപ്പോൾ 1,600 ആയി. ബാക്കി 400 ഷെയർസ് എന്ന് പറയുന്ന ആരുടെ ഉത്തരവാദിത്തമാണ്? ഈ കമ്പനിയുടെ ഉത്തരവാദിത്തമാണ്. അത് മാത്രമാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഏത് രീതിയിൽ വേണമെങ്കിലും കണ്ടുപിടിക്കാം. സിമ്പിളായിട്ട് ആൻസർ ഫൈനൽ ആൻസറിലോട്ട് എത്താനായിട്ടും പറ്റും. ഇത് പാർഷ്യൽ അൺറൈറ്റിംഗ് ആണ് അല്ലേ. ഇപ്പോൾ ഇവിടെ എന്തുകൊണ്ടാണ് ബി എന്ന് പറയുന്ന ഒരു കേസ് മാത്രമാണ് പറഞ്ഞത്, എയുടെ കേസ് പറഞ്ഞില്ലെന്ന് ഓർമ്മ തോന്നുന്നുണ്ടോ? പാർഷ്യൽ അൺറൈറ്റിംഗ് എന്ന് പറഞ്ഞ് നമ്മൾ 2 ഹെഡ് പറഞ്ഞു. ഏതൊക്കെയാണ്? അതിൽ ഒന്നാമത്തെ കേസ് ഏതാ? ഒരു സിംഗിൾ അൺറൈറ്ററേ ഉള്ളൂ. സിംഗിൾ അൺറൈറ്റർ ആകുമ്പോൾ എന്തെങ്കിലും പ്രത്യേകിച്ച് ഇതുപോലെ ഡിവൈഡ് ചെയ്യാൻ പോലും ഇല്ല. മൊത്തത്തിൽ എത്ര ആപ്ലിക്കേഷൻ കിട്ടിയെന്ന് മൊത്തത്തിൽ എത്ര ഇഷ്യൂ നടത്തിയെന്ന് നോക്കണം. അതിൽ എത്ര പോർഷനാണ് അൺറൈറ്റ് ചെയ്തിരിക്കുന്നത്, അതിൽ പബ്ലിക് എത്ര സബ്സ്ക്രൈബ് ചെയ്തു, ബാക്കിയുള്ളത് മൊത്തം ആരുടെ ഉത്തരവാദിത്തമാണ്? അൺറൈറ്ററിൻ്റെയും കമ്പനിയുടെയും കൂടെയുള്ള ഉത്തരവാദിത്തമാണ്. അതിൽ പാർഷ്യൽ അൺറൈറ്റിംഗ് ആണെങ്കിൽ ആ പ്രൊപ്പോർഷൻ അനുസരിച്ച് മാത്രം ആ ഒരു സിംഗിൾ അൺറൈറ്റർ ടേക്ക് ഓവർ ചെയ്യണം. ബാക്കി കമ്പനിയുടെയാണ്. ബാക്കി റിമൈനിങ് പോർഷൻ, ബാലൻസ് പോർഷൻ ആർക്കാണ്? അവിടുത്തെ അൺറൈറ്റർ ആരാണ്? ബാക്കി കമ്പനിയാണ് അവിടെ അൺറൈറ്ററായിട്ട് വരേണ്ടത്. ഇവിടെ നമ്മൾ എന്ത് ചെയ്തു? രണ്ടാമത്തെ കേസിൽ 3 അൺറൈറ്ററും അഡീഷണലായിട്ട് ബാക്കി റിമൈനിങ് പോർഷന് കമ്പനി എന്ന് പറയുന്ന ഒരാളും ഉണ്ടായിരുന്നു. സിംഗിൾ അൺറൈറ്റർ ആവുന്ന കേസിൽ എന്ത് ചെയ്യും? 2 എമൗണ്ടുകളത്തിന് ആവശ്യമുള്ളൂ. എ ആണ് അൺറൈറ്റർ എങ്കിൽ എ എന്ന് പറയുന്ന ഒരു അൺറൈറ്ററും കമ്പനി എന്ന് പറയുന്ന ബാക്കി വരുന്ന പോർഷന് വേണ്ടി, ബാക്കിയുള്ള പോർഷന് വേണ്ടി മാത്രം കമ്പനി അൺറൈറ്ററായിട്ട് കരുതിയാൽ മതിയാകും അല്ലേ. അപ്പോൾ ഒന്നിൽ കൂടുതൽ വരുമ്പോഴാണല്ലോ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്തെടുക്കാനായിട്ട് ആവശ്യമുള്ളൂ. അതുകൊണ്ടാണ് ഇതിന് മാത്രം പ്രോബ്ലം വർക്കൗട്ട് ചെയ്തത്. ഓക്കെ, ഈ ഒരു പാർഷ്യൽ അൺറൈറ്റിംഗ് നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നമ്മൾ ഈ ഒരു പോർഷനിൽ പറഞ്ഞത് ഡിറ്റർമൈനിങ് ദ ലയബിലിറ്റി ഓഫ് അൺറൈറ്റേഴ്സ് തന്നെയാണ്. അതിലെ പാർഷ്യൽ അൺറൈറ്റിംഗ് മാത്രമാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. അത് 2 ഹെഡായിട്ട് പറഞ്ഞു. ഓൺലി ബൈ 1 അൺറൈറ്റർ പാർഷ്യൽ അൺറൈറ്റിംഗ് കണ്ടക്ട് ചെയ്യുന്ന കേസ്, പിന്നെ എന്താണ് ബൈ എ നമ്പർ ഓഫ് അൺറൈറ്റേഴ്സ് പാർഷ്യൽ അൺറൈറ്റിംഗ് കണ്ടക്ട് ചെയ്യുന്ന കേസിലും എങ്ങനെ ചെയ്യണം എന്നാണ് ഡിസ്കസ് ചെയ്തത്. അടുത്ത ക്ലാസ്സിൽ നമ്മൾ തീർച്ചയായിട്ടും ഡിറ്റർമൈനിങ് ദ ലയബിലിറ്റി ഓഫ് അൺറൈറ്റേഴ്സ് എന്നുള്ള ഹെഡിൻ്റെ തന്നെ ലാസ്റ്റ് ഹെഡായിട്ട് വരുന്ന ഫേം അൺറൈറ്റിംഗ് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ആ ഫേം അൺറൈറ്റിംഗ് ഡിസ്കസ് ചെയ്തിട്ടാണ് ബാക്കി അഡീഷണൽ ആയിട്ടുള്ള ഇല്ലുസ്ട്രേഷൻസും മുന്നോട്ടുള്ള ക്ലാസ്സുകളിലായിട്ട് വർക്കൗട്ട് ചെയ്യുന്നതാണ്. ഓക്കെ, താങ്ക് യു.